വന്യജീവി മനുഷ്യ സംഘർഷത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനുള്ള പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞുവെന്ന് വനം മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി വനാതിർത്തി പങ്കിടുകയും വന്യജീവി ശല്യം രൂക്ഷമാക്കുകയും ചെയ്യുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ യോഗം വിളിച്ചു ചേർത്തു. ഉടൻ MLA മാർ, MP മാർ എന്നിവരുടെ യോഗം വിളിച്ചു ചേർക്കും. ഈ യോഗത്തിൽ ഉയർന്നു വരുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് പദ്ധതിക്ക് അന്തിമ രൂപം നൽകും. ഇതിനായി 192 കോടി രൂപ ചിലവഴിക്കുമെന്നും മന്ത്രി കുളത്തൂപ്പുഴയിൽ പറഞ്ഞു. കാട്ടുപോത്താക്രമണത്തിൽ കൊല്ലപ്പെട്ട കുളത്തൂപ്പുഴ അയ്യൻപിള്ള വളവ് ഭീമ മൻസിലിൽ ബഷീറിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ബഷീറിന്റെ കുടുംബത്തെ ആശ്വസിപ്പിച്ച മന്ത്രി എല്ലാവിധ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. വന്യജീവി ആക്രമണത്തെ തുടർന്നുണ്ടാകുന്ന നഷ്ടപരിഹാരങ്ങൾക്കുള്ള തുക വർദ്ധിപ്പിക്കുന്നതിന് സർക്കാർ ഗൗരവമായി ആലോചിച്ചു വരികയാണ്. വരുന്ന ദിവസങ്ങളിൽ നടക്കുന്ന അദാലത്തിൽ വന്യജീവി ആക്രമണത്തെ തുടർന്ന് നഷ്ടപരിഹാരം ലഭിക്കാത്ത മുഴുവൻ ആളുകൾക്കും ഇത് ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കും. കുളത്തൂപ്പുഴ ഭാരതീപുരത്തുള്ള RRT മാറ്റിയിട്ടില്ല. ഇവിടെ പ്രവർത്തിച്ചിരുന്ന RRTയിൽ നിന്നുള്ള ഒരു വിഭാഗത്തെ രൂക്ഷമായ കാട്ടാന ശല്യം ഉണ്ടാകുന്ന കറവൂർ ഭാഗത്തേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ദൗർഭാഗ്യകരമായ ഒരു സംഭവം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ഏകദേശം 49 ദിവസങ്ങൾ ഒരു മരണവുമില്ലാതെ പോയി 50-ാം ദിവസം വീണ്ടും ഒന്ന് സംഭവിച്ചിരിക്കും. ഞാൻ ആദ്യം മുതൽ പറഞ്ഞതുപോലെ അതിരൂക്ഷമായ ഒരു പ്രശ്നമാണ് വന്യമൃഗ മനുഷ്യ സംഘർഷം. അത് കേവലം വനത്തിൽ നിന്ന് ഈ ജനവാസ മേഖലയിലേക്ക് കടന്നു വന്ന യാദൃശ്ചിക സംഭവമല്ല. നിരന്തരമായി അതിൻ്റെ ഒരു സഞ്ചാരപാത രൂപപ്പെട്ട് ഈ മേഖലയിൽ നാച്ചുറലൈസ് ചെയ്തിരിക്കുകയാണ്. ആ നിലയിൽ ഇത് വ്യാപിച്ചിരിക്കുന്നു. ഇതിനൊരു ശാശ്വത പരിഹാരം എന്നുള്ളത് പ്ലാൻ തയ്യാറായി കഴിഞ്ഞു. കേരളത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റുമാരെ എല്ലാം കഴിഞ്ഞ ആഴ്ച വിളിച്ച് അതിൻ്റെ ഭാഗമാക്കുന്നതിൻ്റെ ഒരു പ്രക്രിയ ആദ്യമായിട്ടാണ്. വനാതിർത്തി പങ്കിടുന്ന എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും വിളിച്ച് ചർച്ച ചെയ്തു. ഇനി കേരളത്തിൻ്റെ എല്ലാ വനാതിർത്തി പങ്കിടുന്ന MLA മാരെ MP മാരുടെയും യോഗം വരും ദിവസങ്ങളിൽ വരുന്നുണ്ട്. അന്നേരം കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് ഓരോ നിയോജക മണ്ഡലത്തിലും എന്ത് ചെയ്യാൻ ഒക്കുമെന്നുള്ളതിനെക്കുറിച്ചൊരു പ്ലാൻ തയ്യാറാക്കുകയും അത് വെച്ചുകൊണ്ട് നടപ്പിലാക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M സൈനബ ബീവി, വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം, ജില്ലാ പഞ്ചായത്ത് അംഗം റീന ഷാജഹാൻ, നേതാക്കളായ CJ ഷോം, നാസർ ഖാൻ, SC സഞ്ജയ് ഖാൻ, മനോജ് ജി നായർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഉൾപ്പെടെയുള്ളവരും മന്ത്രിക്കൊപ്പം ബഷീറിന്റെ വീട്ടിൽ സന്ദർശനത്തിനായി എത്തിയിരുന്നു. നാട്ടുവാർത്ത, കുളത്തൂപ്പുഴ. ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമ മക്കളെ. പെർമിറ്റും പേപ്പറുകളും ഓടി നടന്ന് ശരിയാക്കാൻ ഈ വയസ്സുകാലത്ത് എനിക്ക് വയ്യ. പണി നടക്കുന്നിടത്തെന്നും പോയി നിൽക്കാനും കഴിയില്ല. നിങ്ങളുടെ ഓരോ ആശങ്കകളും ഞങ്ങളുടേത് കൂടിയാണ്. SR ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, മറ്റു പേപ്പർ വർക്കുകൾ അങ്ങനെയുള്ള എല്ലാ ഓട്ടങ്ങളും ഞങ്ങൾ ഏറ്റെടുക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ സ്വപ്നവീട് ഉയരുന്നത് 24 മണിക്കൂറും സ്വന്തം ഫോണിലൂടെ ലൈവായി കാണാം. നിങ്ങൾ ഓടേണ്ട, നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ സഫലമാക്കാം. SR ബിൽഡേഴ്സ് കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ സൊല്യൂഷൻസ്. ഇന്ന് തന്നെ വിളിക്കൂ. നിങ്ങളുടെ സ്വപ്ന വീട് വിശ്വാസത്തോടെ നിർമ്മിക്കാം.